അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം കേട്ട് കോരിത്തരിച്ച് നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നതെന്ന് അറിയാം. ഒരുപാട് സമയം നമ്മുടെ ദീന് നാം എന്ത് ശ്രദ്ധിക്കണം, നാം എങ്ങനെ ജീവിക്കണം എന്നതിന് വളരെ വ്യക്തമായ മാർഗരേഖ പരിശുദ്ധ ഖുർആനിലൂടെയും മറ്റും നമുക്ക് നൽകിയിട്ടുണ്ടെന്നും അത് നാം എത്രത്തോളം ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണ കിട്ടിയ ഒരു സദസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു സദസ്സിന് മുൻപിൽ നിങ്ങളുടെ നാട്ടുകാരിയായി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സന്നിഹിതയായിട്ടുള്ളത്. പ്രത്യേകിച്ചും എന്നോട് പറഞ്ഞിട്ടുള്ളത് ടീനേജുകാരായിട്ടുള്ള കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളതാണ്. ടീനേജുകാരായ കുട്ടികളോട് സംസാരിക്കുന്നതിലധികം ഒരുപാട് അവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അറിവുകൾ കിട്ടുക എന്നുള്ളതാണ്. കാരണം അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണത്. നമുക്കറിയാം, നാം അറിയുന്ന, നാം അനുഭവിച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ കണ്ടും കേട്ടും വളർന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ അവർക്ക് നമ്മളെ ഉപദേശിക്കാനുള്ള കഴിവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരെ ഉപദേശിക്കുക എന്നതിന് ഞാനൊരാളല്ല. എന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ നിരന്തരം കോളേജ് സ്റ്റുഡൻസുമായിട്ട് സംവദിക്കുന്നതിന്റെ ഭാഗമായും അവരുടെ അനുഭവങ്ങളും അവരോടുള്ള സംസാരങ്ങളുടെയും ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ, അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഫീഡ്ബാക്കുകൾ, അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷെ നമുക്ക് ഒരുപാട് സമയമില്ല. ആദ്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ഒതുക്കണം ഇൻഷാ അല്ലാഹ്. ഏതായാലും ആദ്യം തന്നെ എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഇത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഒരു സദസ്സിൽ ഞാനും നിങ്ങളും ഒക്കെ സന്നിഹിതരാവാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ചത്. എനിക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാനുള്ളത്. ഒരു ചരിത്രമാണ്. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചരിത്രം നാം അറിയുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരിൽപ്പെട്ട 3 വ്യക്തികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ സംഭാഷണത്തിൽ സൂചിപ്പിക്കേണ്ടായി. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവാം. അതിൽ 3 വ്യക്തികൾ പ്രത്യേകം പറയാൻ കാരണം, ഒരാള് ഒരു കുഷ്ഠരോഗിയാണ്, മീൻസ് പാണ്ടൊക്കെയുള്ള ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് അന്ധനാണ്. മൂന്നാമതൊരാളുണ്ട്, അയാള് കഷണ്ടിയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാം അള്ളാഹു കൊടുത്തതാണ്. ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനോ പഴിചാരാനോ ഒന്നുമില്ല. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടും പല രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ടും നമ്മൾ എല്ലാവരും പരീക്ഷിക്കപ്പെടുന്നവരാണ്, അല്ലെ? അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ഇവര് ദരിദ്രരും കൂടിയാണ്. അന്നത്തെ സമൂഹത്തിലൊക്കെ നമുക്ക് ഇന്നും അറിയാം, പല അസുഖങ്ങളും പലപ്പോഴും നമ്മൾ ചെയ്ത എന്തൊക്കെയോ തെറ്റുകളുടെ ഭാഗമാണെന്ന് കണ്ട് മുദ്ര കുത്തപ്പെടുന്ന ഒരു സമുദായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 അസുഖം പേര് നടക്കുന്ന നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവാന്മാർ എന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ വ്യക്തികൾ എല്ലാ രീതിയിലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരായിരുന്നു. പോരാത്തതിന് ദാരിദ്ര്യം അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ അടുത്തേക്ക് ഒരു മലക്കിനെ ഒരു മനുഷ്യരൂപത്തിൽ പറഞ്ഞേക്കുന്നുണ്ട്. മലക്കിനെ മനുഷ്യരൂപത്തിൽ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ആളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വെള്ളപ്പാണ്ടുള്ള ആളാണ്. ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഈ മലക്ക്, അതായത് മനുഷ്യരൂപം പ്രാപിച്ച് വന്നിട്ടുള്ള ഈ മലക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ദുനിയാവ് വിട്ടു പോകുന്നതിന് മുമ്പ് എന്താണ് ആവശ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം? വെള്ളപ്പാണ്ടുള്ള വ്യക്തിയാണല്ലോ, അതെ. അപ്പോ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുന്ന ഒരു കാരണം അതായതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പാട് മാറ്റി തരണം എന്നായിരുന്നു അയാളുടെ ആദ്യത്തെ ആഗ്രഹം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വന്ന വ്യക്തിയാണ്, നമുക്കറിയാം. അപ്പോ ആ ഒരു അനുഗ്രഹം അയാൾ വന്ന വ്യക്തി ഇയാളെ ഒന്ന് തലോടുന്നതിന്റെ ഭാഗമായിട്ട് ഇയാളുടെ വെള്ളപ്പാണ്ട് മാറുന്നുണ്ട്. പിന്നീട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്താണ്? നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെടുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത ആവശ്യം എന്തായിരിക്കും? നല്ല രീതിയിൽ ഇവിടെ സമ്പത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എനിക്ക് ഒട്ടകത്തിന് തരണം എന്ന് പറഞ്ഞു. ആ കാര്യവും സാധിപ്പിച്ചു കൊടുത്തു. നല്ല രീതിയിൽ എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അള്ളാഹുവിന്റെ ബർക്കത്തും റഹ്മത്തും നിങ്ങൾക്ക് ഈ ഒട്ടകം കൊണ്ട് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ആ ഒട്ടകം പ്രസവിക്കുന്നു. ഒരുപാട് പ്രസവം. അങ്ങനെ ഒരു മരുഭൂമി നിറയുന്ന പോലെ അവർക്ക് ഒട്ടകങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാര്യം മതി അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനും ജീവിതം ഒരു പ്രയാസമില്ലാതെ മുന്നോട്ടേക്ക് പോകാനും വേണ്ടിയിട്ട്. രണ്ടാമത്തെ വ്യക്തിയെ നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വ്യക്തി ഒരു കഷണ്ടിയുള്ള വ്യക്തിയാണ്. സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. അയാളോടും ചോദിക്കുന്നുണ്ട്. അയാളും പറയുന്ന മറുപടി തന്റെ കഷണ്ടി മാറ്റി തരണം. കഷണ്ടി
മാറ്റി കിട്ടിയപ്പോൾ പിന്നീട് അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു പശുവിനെ തരണം, ഞാൻ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്, എന്റെ പ്രയാസം നീക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിനെ തരണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അയാൾക്ക് ഒരു പശുവിനെ കൊടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പെറ്റ് പ്രസവിച്ച് ഒരുപാടായി വർദ്ധിക്കുന്നു. മൂന്നാമത്തെ ആളോട് ചോദിക്കുന്നു. മൂന്നാമത്തെ ആളും മറുപടി കൊടുക്കാൻ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? തന്റെ അന്ധത മാറ്റി തരണം. അന്ധനാണല്ലോ, അന്ധത മാറ്റി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അയാളും ആവശ്യപ്പെടുന്നുണ്ട് തന്റെ സാമ്പത്തിക പ്രയാസം നീക്കി തരണം. അയാൾക്ക് ഒരു ആടിനെ കൊടുക്കുന്നുണ്ട്. ഈ 3 പേർക്കും കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹം വർഷിക്കുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അള്ളാഹു ഇതുകൊണ്ട് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ ശേഷം വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ അടുത്തേക്ക് ഒരു മലക്കിനെ ഇതേ രൂപത്തിൽ ഒരു മനുഷ്യരൂപമായിട്ട് പ്രവേശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ആളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വരുന്ന ഒരു യാത്രികനെ പോലെയാണ് ഇയാൾ വരുന്നത്. അതായത് മലക്ക് രൂപം പ്രാപിച്ചു വന്ന മനുഷ്യരൂപം പ്രാപിച്ചു വന്ന വ്യക്തി വരുന്നത്. വന്നതിന് ശേഷം ഒരുപാട് ആവശ്യകതകളും പരാതികളും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഒരു ഒട്ടകത്തിനെ തരും. അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയോ? ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എനിക്ക് എന്ത് തരാൻ പറ്റില്ല, ഒട്ടകത്തിന് തരാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം, ക്ഷണ നേരം കൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവം മാറിയത്. രണ്ടാമത്തെ ആളുടെ അടുത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ ആളോടും ഇതുപോലെ തന്നെയുള്ള ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് യാത്ര കഴിഞ്ഞു വരികയാണ്, എന്റെ ദാഹവും വിശപ്പും അകറ്റാനും എനിക്ക് എന്റെ നാട്ടിലേക്ക് എത്താനും വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സൗകര്യം നിങ്ങളിൽ നിന്ന് തരണം. അവരും എന്താ പറഞ്ഞത്? എനിക്ക് തരാൻ പറ്റില്ല. കാരണം എന്താ? എന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിച്ചിട്ടില്ല. ഇവിടെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒന്നിനെ തന്നാൽ എന്റെ സമ്പത്ത് അത്രയും എന്ത് ചെയ്യപ്പെടും? കുറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങൾ വീണ്ടും അധികരിക്കുകയുള്ളൂ, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആളുടെ അടുത്തെത്തി. മാഷാ അല്ലാഹ്, മൂന്നാമത്തെ ആള് പറഞ്ഞു, ഇതൊന്നും എന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല, ഇതെല്ലാം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. ഞാൻ അന്ധനായിരുന്നു, കണ്ണ് കാണാൻ കൂടപ്പുറപ്പിനെയും പെറ്റുമാനെയും സ്വന്തം മക്കളെ പോലും കാണാൻ കഴിയാത്ത അത്രയും അന്ധത ബാധിച്ച എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നത് അല്ലാഹു ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത്രയും നിങ്ങളിൽ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. മറ്റ് 2 പേരുടെയും സമ്പത്ത് ക്രമാതീതമായി താഴ്ന്ന് 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 അവരുടെ പൂർവ്വ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഈ പറഞ്ഞ മനുഷ്യനെ അല്ലാഹു എന്ത് ചെയ്തു? പൂർവാധികം അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു കഥ ചുരുങ്ങിയ സമയത്ത് ആയിട്ട് പോലും ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മൾ പലപ്പോഴും എന്താവുന്നുണ്ട്? നന്ദി കെട്ടവരാവുന്നുണ്ട്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ നടപ്പാക്കപ്പെടുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിമിഷ നേരം കൊണ്ട് ഒരു പളുങ്ക് കൊട്ടാരം വീണുടയുന്ന പോലെ വീണുടയാൻ അത്ര വലിയ പ്രയാസമൊന്നും പഠിച്ചവനില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചവനാണ്, അല്ലെ? മണ്ണിന്റെ സത്തിൽ നിന്ന്, കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് നമ്മളെ ഒന്നും അല്ലാതാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും? ഒരു പ്രയാസവും ഇല്ല. വെറും നിമിഷ നേരങ്ങൾ മതി. നമ്മൾ കണ്ടവരാണ്, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ എന്റെ പൊന്നു മക്കള്, എല്ലാവരെയും ഉപദേശിക്കാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല, എന്നാലും എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയട്ടെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള സൗന്ദര്യം, നമുക്ക് ഈ കിട്ടിയിട്ടുള്ള അറിവ്, വിദ്യാഭ്യാസം, ഇങ്ങനെ സംസാരിച്ച കേൾക്കോ? ഈ അറിവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ചുറുചുറുക്കും ഇതൊന്നും നഷ്ടപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിമിഷ നേരങ്ങളും സെക്കൻഡുകളും മതി. ഇതെല്ലാം താറുമാറായി നമ്മൾ ഒന്നും അല്ലാതെ ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒന്നുമല്ലാതെ 4 മണ്ണിനടിയിലേക്കോ പോകാൻ വേണ്ടിയിട്ട്. ഒരിക്കലൊരു പ്രഭാഷണത്തിൽ കേട്ടതാണ്, ഒരു സുഹൃത്ത് എല്ലാ രീതിയിലും ഊർജ്ജസ്വലതയോടുകൂടി ഓടിച്ചാടി നടന്നിരുന്ന ഒരു സുഹൃത്ത് ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ഒന്നുമല്ലാതെ വീണുപോയി. മീൻസ് പിന്നീട് അയാൾക്ക് സ്വന്തമായിട്ടൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് വീണു പോയപ്പോ അയാളോട് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ അയാൾ സുഹൃത്ത് കാണാൻ ചെന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഓടിപ്പടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ അളവുകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലെ? ഏതായാലും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നല്ലതാവട്ടെ. അതും കൂടെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ സുഹൃത്തിനോട് അയാളെ കാണാൻ വന്ന ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ്, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒന്നുമില്ല കൂട്ടുകാരാ, ഈ കിടക്കുന്ന ബെഡിൽ നിന്ന് ഈ റൂമിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ബാത്റൂമിൽ പോയിട്ട് എന്റെ
അവകാശം. അതിൽ ആരും ചോദ്യം ചെയ്യേണ്ട. നിങ്ങൾക്ക് അന്നം തന്ന്, നിങ്ങൾക്ക് വസ്ത്രം ഉടുപ്പിച്ച് തന്ന്, നിങ്ങളെ നേരം വിളിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ എവിടേക്കോ നിങ്ങൾക്ക് പഠനവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച് ഗൾഫുകളിലും മറ്റ് പല സ്ഥലങ്ങളിലുമായിട്ട് കഷ്ടപ്പെട്ടും രാവിലെ വീട്ടിൽ ഭക്ഷണം ഒരുക്കി തന്നും നിങ്ങളെ പറഞ്ഞയക്കുന്ന നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട, നിങ്ങളുടെ ഉപ്പമാരെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട, നിങ്ങളുടെ കൂടപ്പുറപ്പുകളോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരും നിങ്ങൾ നിയന്ത്രിക്കേണ്ട. ബിക്കോസ് യുവർ ലൈഫ് ഈസ് യുവർ ഓൺ. അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വേരൂന്നുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കലും നമ്മുടെ ഉമ്മയും ഉപ്പയും ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ മൈ ലൈഫ് മൈ റൂൾ, എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കാൻ വയ്യ, എനിക്ക് ഒരു രീതിയിലുള്ള ബന്ധനങ്ങളും വേണ്ട, ഞാനും ഒരു ഫ്രീ ബേർഡാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളൊക്കെ വിളിക്കുമായിരുന്നോ? ഉണ്ടാവുമായിരുന്നോ? വെറും സെക്കൻഡുകൾ മതി അവർക്ക് ആ വളർന്നു വരുന്ന ഭ്രൂണത്തെ നശിപ്പിക്കാൻ. അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിലേക്ക് പോലും പോവാതെ ഇന്നത്തെ മറ്റൊരു ട്രെൻഡാണത്. എന്താ? ചൈൽഡ്ലെസ് കപ്പിൾസ്, ചൈൽഡ്ലെസ് പാരന്റ്സ്, ചൈൽഡ്ലെസ് കപ്പിൾസ്. ഇപ്പറഞ്ഞ പോലെ ഏതെങ്കിലും യാദൃശ്ചികതയോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിന്റെയോ ഭാഗമായിട്ട് കല്യാണം കഴിച്ചാൽ പോലും പിന്നെ എന്തിനും അവർക്ക് താല്പര്യമില്ല. സന്താനോത്പാദനം തുടർന്ന് മുന്നോട്ടേക്കുള്ള അത്തരം ബാധ്യതകൾ അതൊരു ബാധ്യതയായിട്ടാണ് അവർ ഏറ്റെടുക്കുന്നത്. അത് അവർക്ക് താല്പര്യമില്ല. കാരണം എന്താ? കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് വരും, കുറച്ച് രാത്രിയിൽ ഉറക്കം ഒഴിവാക്കേണ്ടി വരും. ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ ആ സമയത്ത് പരാതി, എനിക്ക് 3 മക്കളുണ്ട് മാഷാഅള്ള, അപ്പോ പരാതിയും പരിവട്ടവും ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ആ മക്കളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കണ്ണു നിറയും. അവരുടെ ഓരോ നേട്ടങ്ങൾ കാണുമ്പോഴും നമ്മുടെ കണ്ണു നിറയും, നമ്മുടെ മനസ്സ് നിറയും. അതൊന്നും ആർക്കും ഏറ്റെടുക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കണം. കാരണം എന്താണെന്നറിയോ? ഒരു തലമുറ ഇല്ലാതായി പോവാണ്. നമ്മളുടെ തലമുറയോട് കൂടിയിട്ട് ഇവിടെയില്ല റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു സംഭവം ഇല്ലാതായി കഴിഞ്ഞിട്ട് തലമുറകൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ കല്യാണം ആലോചിക്കുന്ന സമയത്ത് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രസവിക്കാൻ കഴിയുന്ന സ്ത്രീകൾ, കുടുംബ പാരമ്പര്യം, ഈമാൻ, ഇതെല്ലാം പ്രത്യേകം എടുത്ത് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു പോയിന്റ് കൂടെ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട്, തലമുറകൾ നിലനിൽക്കേണ്ടതുണ്ട്. പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടായവരും ചില സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികളില്ലാത്തവരും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ പഠിച്ചവന്റെ പരീക്ഷണങ്ങളാണ്. അതിൽ നമ്മൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വേറെ വിഷയം. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ നമുക്ക് ആർക്കും പോയിച്ചില്ല. കാരണം നമ്മുടെ ആർക്കും പ്രത്യേകത കൊണ്ടല്ല നമുക്ക് കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. അത് വേറെ വിഷയം. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് പഠിച്ചവൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പെട്ട ഒന്ന് തന്നെയാണ് ഈ പറയുന്ന സന്താനോത്പാദനം എന്ന് പറയുന്നത്. അതിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നോട്ടേക്ക് മാറാൻ പാടില്ല. കുടുംബജീവിതം അതിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നോട്ടേക്ക് പോകാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും എന്തൊരു ഡിവൈസ് വാങ്ങിയാലും എന്തൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും ഹൗ ടു യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂസേഴ്സ് മാനുവൽ നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടാറുണ്ട്. പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, മനുഷ്യന് മാത്രമേ എന്തില്ലാത്തുള്ളൂ, യൂസേഴ്സ് മാനുവൽ ഇല്ലാത്തുള്ളൂ, ഹൗ ടു യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തുള്ളൂ. എന്നാ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യന് യൂസേഴ്സ് മാനുവൽ ഇല്ലേ? ഉണ്ടോ? നന്നായിട്ട് ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. മനുഷ്യന് യൂസേഴ്സ് മാനുവൽ ഉണ്ടായിരിക്കാം. ഇറ്റ് മീൻസ് ഹൗ ടു യൂസ് എന്നുള്ള സംഭവം മനുഷ്യൻ പഠിച്ചോ പോയി. മനുഷ്യൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലേ? പരിശുദ്ധ ഖുർആനില്ലേ? ഖുർആനും സുന്നത്തും. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഏതാ വേണ്ടത്? നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മരണം വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുന്നിൽ കിടന്നുറങ്ങുന്നത് വരെ, ഇവൻ നമ്മൾ എങ്ങനെ കിടക്കണം എന്നതിന് പോലും പഠിച്ചവൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച് പഠിച്ചവൻ നമ്മൾ ഈ യൂസേഴ്സ് മാനുവലൊക്കെ നോക്കി വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ കിട്ടി, നമുക്കതിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ വരുന്നു. യു വാണ്ട് ടു അപ്ഡേറ്റ് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട് അല്ലെ? മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഈ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ ഫംഗ്ഷൻ കുറച്ചുകൂടെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയുള്ള അപ്ഡേഷൻസ് ആണ് ഇത്തരം ഫാമിലി ക്ലാസ്സുകളും ഇത്തരത്തിലുള്ള ഗാദറിങ്ങുകളും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. നമ്മൾ എവിടേക്കോ ചെറുതായിട്ട് വീക്കായി പോകുന്നു എന്ന് തോന്നുമ്പോൾ ഉടനെ ഇത്തരം ക്ലാസ്സുകൾ കിട്ടുന്നു. ആ സാഹചര്യങ്ങൾ നമ്മൾ മുതലെടുക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങൾ നമ്മൾ മുതലെടുത്തേ പറ്റൂ. അപ്പോഴേ നമ്മൾ ഈമാൻ എവിടെന്നെങ്കിലും ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയാ, ഒരു ലോക്ക് ഇടാനുള്ള പരിപാടിയാണ് ഇത്രയും കാര്യങ്ങൾ. ഇതിന്റെ ഒരു എഫക്ട് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഏറ്റവും മിനിമം 1 മണിക്കൂറെങ്കിലും മനസ്സിൽ കിടക്കുമല്ലോ
ചെയ്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് അപ്ഡേറ്റിംഗ് അവർ സോൾ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. ഈ പറയുന്ന എല്ലാ ഡിവൈസുകൾക്കും യൂസേഴ്സ് മാനുവൽ കൊടുത്ത പോലെ ഓരോ അപ്ഡേഷൻസിനുള്ള സമയമാകുമ്പോൾ നമ്മൾ അത് സർവീസ് ചെയ്യുകയോ വാട്ടോ എന്താണോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, പഠിച്ചം വളരെ വ്യക്തമായിട്ട് ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. ആ യൂസർ മാനുവൽ തെറ്റിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിലും കംപ്ലൈന്റ് ആവുന്ന പോലെ എന്ത് കംപ്ലൈന്റ് ആവും? നമ്മളാവില്ല. മീൻസ് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ബോഡി എല്ലാം ചിലപ്പോൾ കംപ്ലൈന്റ് ആവാം. എന്താ കംപ്ലൈന്റ് ആവുക? നമ്മളുടെ സോള്. ആ സോള് ആത്മാവ് മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനും ഒന്നും സംഭവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുറെ നല്ല ഡ്രസ് ഇട്ടിട്ടും മേക്കപ്പ് ഇട്ടിട്ടും നടന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല. ആത്മാവ് പരിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നത്? ഇൻഷാ അല്ലാഹ് നാളെ പരിശുദ്ധമായിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടെ അല്ലെങ്കിൽ നമ്മുടെ മൺമറഞ്ഞു പോയവരോട് കൂടെ നമുക്ക് ചേരാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ആത്മാവിനെ മലിനപ്പെടുത്താതിരിക്കാൻ ഇത്തരം ക്ലാസ്സുകളും കൗൺസിലിംഗ് സെഷനുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഇപ്പൊ നിങ്ങളൊക്കെ വന്നവരെ ഞാൻ അത് ആദ്യം തന്നെ അഭിനന്ദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉമ്മ വിളിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലുമോ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളൊക്കെ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ പറയുന്ന ടീനേജുകാർ ചിലപ്പോൾ പലരുടെയും നിർബന്ധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം പ്രയത്നം കൊണ്ടായിരിക്കാം. എങ്ങനെയായാലും നിങ്ങളിവിടെ എത്തി എന്ന് പറയുന്നത് അത് പഠിച്ചവന്റെ ഒരു ഞാമത്താണ്. അല്ലെ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ തോന്നണം. ഏറ്റവും ഇത് ഒരു പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഫോണിൽ തോണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു യൂസ്ഫുൾ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ കാര്യം. പക്ഷെ നിങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡിലും ഞാനും നിങ്ങളും ചെലവഴിച്ചതിന് പഠിച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് നാളെ നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്തരം സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യരുത്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പലപ്പോഴും ഞാൻ, അതായത് പ്രശ്നം എന്നുള്ളതല്ല, പലപ്പോഴും പല കൗമാരക്കാരായ കുട്ടികളോടും സംസാരിക്കുന്ന സമയത്ത്, എന്റെ ക്ലാസ്സിൽ എന്റെ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ ഫാമിലി ലൈഫിലേക്ക് പോകുന്നതിനോട് ഒരു വിരക്തി കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പലരും തരുന്ന മറുപടി ഇന്നത്തെ ഫാമിലി സെറ്റപ്പ് ശരിയല്ല എന്നുള്ളതാണ്. ഫാമിലി സെറ്റപ്പ് ശരിയല്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എന്നുള്ളത് അവർക്ക് പ്രയോറിറ്റി ഉണ്ടാവാം, ഉള്ളവരുണ്ടാവാം. പക്ഷെ പലർക്കും ഈ പറയുന്ന കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയോ അവരുടെ ഫ്രീഡം, അവർ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ചിന്ത അത് എവിടെയൊക്കെയോ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് അവരെ പ്രധാനമായിട്ടും ഇത്തരം ചിന്തകളിൽ നിന്ന് പിന്നോട്ടേക്ക് വയ്ക്കുന്നത്. അതിന് ഞാനും നിങ്ങളും അടങ്ങുന്ന ആ ഒരു തലമുറ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ആർജം എടുത്ത് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കുടുംബത്തിലേക്ക് നമ്മുടെ മക്കൾ കയറി വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ചെടി കേൾക്കുന്ന ഒരു ഉദാഹരണമായിരിക്കാം. ഒരു ചെടി വളർന്നു വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്ന സമയത്ത് അത് വേരോടാൻ കുറച്ച് സമയമുള്ളൂ, അല്ലേ? ആദ്യം പറിച്ചു വെച്ച സമയത്ത് ഒരു വാട്ടം ഉണ്ടാവും. പിന്നെ അത് നമ്മൾ കൊടുക്കുന്ന വെള്ളവും പരിചരണവും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ആ മണ്ണിൽ പച്ച പിടിക്കുന്നത്. അതുപോലെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന മക്കൾക്ക് പച്ച പിടിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കണം. അതിനു മുമ്പേ വഴക്കി വക്കാണമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തോ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതെന്തോ ഒരു ജയിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടും. അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. അത് തിരിച്ചറിയുന്നതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം, എവിടെയും ഇസ്ലാമിൽ സ്ത്രീക്ക് പഠിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള റെസ്ട്രിക്ഷൻസ് ഭയങ്കരമായിട്ട് ഇസ്ലാം വെച്ചിട്ടില്ല. നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇസ്ലാം ഇതിനെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ പഠനം, വായന തുടങ്ങിയ കാര്യങ്ങൾ പ്രചോദിപ്പിച്ചുകൊണ്ടാണ്. ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ മുതൽ വിദ്യാഭ്യാസവും അറിവും നേടാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദീൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് നമ്മളുടെ ദീൻ ശുഷ്കിച്ചു പോയി എന്ന് മറ്റുള്ളവർ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉത്തമമായിട്ട് അതിനെ റിജക്ട് ചെയ്യാനുള്ള മറുപടികൾ, പോയിന്റ്സുകൾ നമുക്ക് വേണം. എന്റെ മതത്തിനെ കുറ്റം പറയാൻ എന്ത് ചെയ്യാൻ പാടില്ല? ആർക്കും നമ്മൾ അവകാശം കൊടുക്കരുത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരം ചടങ്ങുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. മാക്സിമം പോയിന്റ്സുകൾ നമ്മൾ അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും വളരെ ചുരുങ്ങിയ സമയത്തിനായതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവരും, ഇവിടെ കൂടിയ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജം ഈ ക്ലാസ്സിൽ നിന്നും മുൻകഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് ജീവിതത്തിൽ എന്നും നിലനിർത്താനും നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്താനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇത് ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമായിട്ട് പഠിച്ചവൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്.
ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സഹായിച്ച സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന കാലാവസ്ഥയിലും വ്യത്യസ്തമായി നല്ലൊരു കാലാവസ്ഥയിൽ നല്ലൊരു പ്രാതിനിധ്യത്തോടു കൂടി ഈ പരിപാടി വിജയിപ്പിക്കാൻ സഹായിച്ച സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വളരെ ഒരു ഫോണ് കിട്ടിയിട്ട് ആരെങ്കിലും ഒന്ന് വായിക്കുന്നുണ്ട്.